നമസ്കാരം. രാഷ്ട്രീയ ന്യൂസ് ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന ഓണം രാവിലേക്ക് സ്വാഗതം. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. ഇത് കാർഷിക വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും മനോഹരമായ ഈ ഉത്സവം മലയാളികളുടെ സാംസ്കാരിക മഹോത്സവം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. 1961 മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയാണ് ഔദ്യോഗികമായി ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. ഓണത്തെ വരവേൽക്കാൻ അത്തപ്പൂക്കളമിട്ട് ചങ്ങനാശ്ശേരിയിലെ മാധ്യമപ്രവർത്തകർ. ചങ്ങനാശ്ശേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിന് കൊടിക്കുന്നിൽ സുരേഷ് MP, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, നഗരസഭ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, SNDP യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് PS ശ്രീധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജ അബ്ദുൽ ഖാദർ, സെക്രട്ടറി ഷിജു S നായർ, ട്രഷറർ ജോസുകുട്ടി കുട്ടമ്പേരൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർ ചങ്ങനാശ്ശേരി പ്രസ് ക്ലബ്ബിൽ അത്തപ്പൂക്കളം ഒരുക്കി. അത്തപ്പൂക്കളം ഒരുക്കാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കേരളം പൂക്കൃഷിയിലൂടെ സ്വയം പര്യാപ്തതയിൽ എത്തിയത് ശ്രദ്ധേയമായി. വീണ്ടും ഒരു പൂക്കാലം വരവായി. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 30-ാം വാർഡിലെ 60 ഗ്രൗണ്ടിൽ നിങ്ങൾ വന്നാൽ കാണാൻ സാധിക്കുന്നത് നയന മനോഹരമായ പൂങ്കാവനമാണ്. മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന് നിൽക്കുന്ന ബന്ദിപ്പൂവും വൈറ്റും പർപ്പിളും ഇടകലർന്ന് നിൽക്കുന്ന വാടാമുല്ലയും നമ്മുടെ കണ്ണിനെ കൂടുതൽ മനോഹരമാക്കുന്നു. 30-ാം വാർഡിലെ 60 ഗ്രൗണ്ടിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായി. നഗരസഭയും കൃഷി വകുപ്പും 60 ഗ്രൗണ്ടിൽ ഇക്കുറി ഓറഞ്ചും മഞ്ഞയും നിറമുള്ള ബന്ദിപ്പൂക്കളും വെള്ളയും വയലറ്റും നിറമുള്ള വാടാമുല്ലയും വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും പൂക്കൾ വാങ്ങാനും സെൽഫി എടുക്കാനും തിരക്കാണ്. കൃഷി ഓഫീസർ P. ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിപാലനവും മേൽനോട്ടവും കൃഷിക്കാവശ്യമായ നിർദ്ദേശങ്ങളും നൽകുന്നത്. ചങ്ങനാശ്ശേരി ഫയർഫോഴ്സ് സേനാ അംഗങ്ങളും സിവിൽ പ്രതിരോധ വിഭാഗവും ചേർന്ന് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം തീർക്കാൻ ബന്ദിപ്പൂക്കളും വാടാമല്ലിയുടെയും പൂന്തോട്ടം തീർത്തതും ശ്രദ്ധേയമായി. പൂക്കൃഷി വിളവെടുപ്പുകൾ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, കൗൺസിലർമാർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ, ഫയർ സ്റ്റേഷൻ ഓഫീസേഴ്സ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കുറിച്ചിയിൽ ബന്ദിപ്പൂ കൃഷി 100 മേനി വിളവുമായി വയോജന കൂട്ടായ്മയും രംഗത്ത് വന്നു. ഓണം വിപണി ലക്ഷ്യമിട്ട് കുറിച്ചി 12-ാം വാർഡിലെ മഹാദേവർ വയോജന അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ബന്ദിപ്പൂക്കളുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ ഉദ്ഘാടനം ചെയ്തത്. വാർഡ് മെമ്പർ ബിജു S മേനോൻ അധ്യക്ഷനായിരുന്നു. മാടപ്പള്ളി പഞ്ചായത്തിൽ 5-ാം വാർഡിലെ പൂക്കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പനാണ് നിർവഹിച്ചത്. വാർഡ് മെമ്പർ ജിൻസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ വിളവെടുത്ത പൂക്കൾ നിർധനരായ കുടുംബങ്ങൾക്ക് പൂക്കളമിടാൻ സൗജന്യമായി നൽകി. ഈ വർഷത്തെ പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് 100 മേനി വിളവാണ് പൂക്കൃഷിയിൽ ചങ്ങനാശ്ശേരി നിവാസികൾ നേടിയത്.